അമ്മയും അതെ ശ്രീയേട്ടനും അതെ. എന്റെ കഴിവുകൾക്ക് ഒരു പ്രോത്സാഹനവും തരില്ല. എടി, നീ അത്ര കഴിവുള്ളവളായിരുന്നെങ്കിൽ ശ്രീനാഥിനെ വല്ലവണ്ണം തട്ടിക്കൊണ്ട് പോവില്ലായിരുന്നു. നീ ഇങ്ങനെ സാമ്പാറിന്റെ അവിയലിന്റെ വീഡിയോ പിടിച്ച് ലക്ഷങ്ങൾ വരുന്നതും കാത്തിരുന്നോ? സാവിത്രി, ഓ ഇങ്ങോട്ട് വന്നേ. അതെ, അവളെ അത്രയ്ക്ക് അങ്ങോട്ട് പുച്ഛിക്കണ്ട. ചിലപ്പോഴേ നമ്മുടെ അമ്പിളി മോള് കാരണമായിരിക്കും നമ്മളൊക്കെ രക്ഷപ്പെടണത്. കണ്ടവരുടെ ചെലവിൽ ഇങ്ങനെ തിന്നും കുടിച്ച് ജീവിച്ച നിങ്ങൾക്കത് ശീലമായിപ്പോയി. അതെ, ഞാൻ കണ്ടവരുടെ വീട്ടിലല്ല, എന്റെ പെങ്ങളുടെ വീട്ടിലാണ് താമസിക്കണേ. എന്റെ സ്വന്തം പെങ്ങളുടെ വീട്ടില്, മനസ്സിലായോ? അതിന് എന്റെ പെങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ നിനക്ക് എന്താടി? പെങ്ങളാണ് പോലും. എന്നിട്ട് ശ്രീനാഥിന്റെ അമ്പിളിയുടെയും ബന്ധം ഉറപ്പിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? അല്ല, അത് അതെ, സത്യം പറഞ്ഞ നമ്മുടെ മോളുടെ കാര്യം ഞാൻ സമയം പോലെ ജലജേച്ചിയോട് അവതരിപ്പിക്കാനിരുന്നതാ. അപ്പോഴല്ലേ ഇടുത്തി പോലെ അപ്പത്തുമുറയ്ക്കലുകാരുടെ ആലോചന വന്നു വീണത്. ശ്രീനാഥ് ഇത്രയും പെട്ടെന്ന് ചാടിക്കയറി ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും. എന്തായാലും എല്ലാം കൈവിട്ടു പോയി. ഇനിയിപ്പോ അവൾക്ക് നല്ലൊരു ബന്ധം കണ്ടെത്തേണ്ടതേ നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാ. അങ്ങനെ അങ്ങ് എഴുതിത്തള്ളാൻ വരട്ടെ. ഇത്രയും വലിയ നിലയിൽ ജീവിച്ചു വന്നൊരു പെണ്ണ് പട്ടിക്കൂട് പോലത്തെ ഈ വീട്ടിൽ ഉറച്ചു നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശ്രീനാഥിന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അതവനൊരിക്കലും ചെയ്യില്ല. ഏതായാലും കൊക്കിലൊതുങ്ങാത്തതാ എന്റെ ജലജേച്ചിയും ആ ശ്രീനാഥും കൂടി കൊത്തുന്നത്. എന്താവുന്ന് കണ്ടു തന്നെ അറിയണം. ആ പെണ്ണ് ശ്രീനാഥിനെ കളഞ്ഞിട്ട് പോയാ നമ്മളുടെ മോളുടെ വില നിങ്ങളുടെ പെങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അവന് നമ്മുടെ അമ്പിളിയേ ഉണ്ടാവും.